നമ്മളങ്ങ് തലസ്ഥാനത്തേക്കാണ് പോകുന്നത്. അവിടെ തിരുവനന്തപുരം നഗരം ഇരുട്ടിലാണെന്നാണ് അഞ്ജന പറയുന്നത്. അവിടെ സ്ഥാപിച്ചിട്ടുള്ള പല തെരുവ് വിളക്കുകളും പ്രവർത്തിക്കുന്നില്ല. നഗരത്തിലെ പ്രധാന ഭാഗങ്ങളായ തമ്പാനൂർ, പട്ടം തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ തന്നെയും ഇരുട്ടിലാണ്. നഗരത്തിൽ റോഡ് പണി നടക്കുന്നതിനാൽ തെരുവ് വിളക്കുകൾ കത്താത്തത് രാത്രികാലത്തുള്ള യാത്രകളും അപകടകരമാക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ ഭൂരിഭാഗം ഇടങ്ങളിലും തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇവയെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. നഗരത്തിലെ തെരുവ് വിളക്കുകളുടെ പ്രവർത്തനം റിപ്പോർട്ടർ TV പരിശോധിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിൽ വ്യാപകമായി സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് റോഡ് പണികൾ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു നടന്നില്ലെങ്കിൽ കുഴിയിൽ വീഴും. രാത്രിയാകുമ്പോൾ അപകട സാധ്യത വർദ്ധിക്കുന്നു. നോക്കി നടക്കാനായി നഗരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പല തെരുവ് വിളക്കുകളും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. തലസ്ഥാനത്തെ പ്രധാന ഭാഗങ്ങളിൽ ഉൾപ്പെടെ തെരുവ് വിളക്കുകൾ കത്തുന്നില്ല. ഞാനിപ്പോഴുള്ളത് തമ്പാനൂരാണ്. അതായത് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗം എന്ന് തന്നെ പറയാം. നഗരത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റോപ്പുമുള്ള ഇടം. എന്നാൽ ഇവിടുത്തെ പ്രധാന പാലത്തിലോ സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല. തമ്പാനൂരിൽ നിന്ന് പട്ടത്തെത്തിയപ്പോൾ കണ്ട കാഴ്ചകളും സമാനമായിരുന്നു. പട്ടത്തെ പ്രധാന ബസ് സ്റ്റോപ്പുകൾ ഉൾപ്പെടെ ഇരുട്ടിലാണ്. ജോലി കഴിഞ്ഞെത്തുന്ന സ്ത്രീകൾ ഇരുട്ടത്ത് നടന്നു പോകേണ്ട അവസ്ഥയാണ്. മാർക്കറ്റ് റോഡിലും കാട്ടുറോഡിലും സ്ഥാപിച്ചിരിക്കുന്ന തെരുവ് വിളക്കുകൾ ഭൂരിഭാഗവും ഇപ്പോൾ കത്തുന്നില്ല. ഇതിനാൽ തന്നെ ജനങ്ങളുടെ രാത്രികാല യാത്രകൾ ദുസ്സഹമാണ്. സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ തൈക്കാട് ഏരിയയിലുള്ളത് അമ്മയും ആശുപത്രി ഇവിടെ ആ റോഡിൽ ഇല്ലാത്തത്, പിന്നെ അവിടെയുള്ള പോട്ടോൾസിൻ്റെ സ്കട്ടിൽസ് ഒക്കെ ഉയർന്നു നിൽക്കുന്നത്. ഇപ്പോൾ വണ്ടി രാത്രി കാലങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റും കൂടി ഇല്ലാത്തത്, പിന്നെ വണ്ടികളൊക്കെ മറിഞ്ഞു വീഴും, പ്രത്യേകിച്ച് ടൂ വീലറൊക്കെ മറിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. റോഡ് പണികൾ നടക്കുന്നതുകൊണ്ട് റോഡിന് വീതിയില്ല. റോഡ് വളരെ ചുരുങ്ങിയതും ഡൈവേർട്ടഡ് ഒക്കെ ആയിട്ടുള്ള ഏരിയയിലാണ്. അപ്പം സ്ട്രീറ്റ് ലൈറ്റ് അത്യാവശ്യമാണ്. പാലത്തിൻ്റെ പണികൾ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. പലക്കെ നോക്കിയാണ് പറഞ്ഞത് രാത്രി. ഒന്നാമത് ഈ വാഹനങ്ങൾ ഓടിക്കുന്നത് ഹൈ സ്പീഡിലാണ് പോണത്. അപ്പോൾ നമ്മൾ ഈ ശ്രദ്ധിച്ച് വന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു അപകടങ്ങളുണ്ടാവും. ഇനിയിപ്പോൾ നഗരത്തിലൂടെ വീഴാതെ നടക്കണമെങ്കിൽ ടോർച്ച് അടിക്കണം. തെരുവ് വിളക്കുകളുടെ അസാന്നിധ്യം സ്ത്രീ സുരക്ഷയ്ക്ക് ഉൾപ്പെടെ ഒരു വെല്ലുവിളിയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി രാത്രികാലത്ത് സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്ന അതിക്രമങ്ങളുടെ കണക്കെടുത്താൽ തിരുവനന്തപുരം ജില്ല ഒട്ടും പിന്നിലല്ല. മറുവശത്ത് വെളിച്ചക്കുറവ് മൂലം വാഹനാപകടത്തിൽപ്പെടുന്നവരുമുണ്ട്. നഗരത്തിൽ പ്രവർത്തിക്കാത്ത തെരുവ് വിളക്കുകൾ പ്രവർത്തിച്ചാൽ ഒരു പരിധിവരെ ഈ രണ്ട് പ്രശ്നത്തിനും പരിഹാരമായേക്കാം. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. അഞ്ജലിയുടെ അന്വേഷണം ഏതായാലും നന്നായി. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നും തന്നെ തെരുവിളക്ക് പ്രവർത്തിക്കുന്നില്ല. അത് വലിയ പ്രശ്നം തന്നെയാണ് ഉണ്ടാക്കുന്നത്. സുരക്ഷയുടെ കാര്യത്തിൽ തെരുവിളക്കുകളുടെ പങ്ക് എത്രയാണെന്ന് നമുക്കറിയാമല്ലോ. ഏതായാലും മേയർ ആര്യ രാജേന്ദ്രന്റെയും അധികൃതരുടെയും ഒക്കെ ശ്രദ്ധയെ നമ്മൾ ഈ കാര്യം പെടുത്തുകയാണ്. തലസ്ഥാന നഗരത്തിൽ കുറച്ച് വെളിച്ചം വരണം, അല്ലാണ്ട് കാര്യമില്ല എന്ന് തന്നെയാണ്. ഏതായാലും ചില പ്രേക്ഷകർ വീണ്ടും കമന്റ് ചെയ്യുന്നു.